ചിക്കനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് താഴത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്ഥിരം കസ്റ്റമർ ലാസ്റ്റ് കാണിച്ചു തരാം. ഹായ് കൂട്ടുകാരെ, ഷാൻറ്റീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും ഞാനൊരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഫുഡെന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ കറി, നോർമൽ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഇതെടുക്കുന്നത്. അപ്പം പിന്നെ ഈ ചിക്കൻ കറിയിൽ പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് ഇട്ടാണ് ഞാൻ വയ്ക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ടൊമാറ്റോ, പിന്നെ ഇത് സവാള ഇച്ചിരി അധികം വേണം, കൊച്ചുള്ളി വേണം, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതൊക്കെ ചതച്ചിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കണ്ട ഇതിൻ്റെ ഒരു പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ചിക്കൻ, പിന്നെ കണ്ടോ ഇതെല്ലാം നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത്രേ ഉള്ളൂ. ചിക്കൻ മസാലയൊന്നും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യത്തില്ല. പിന്നെ കരിവേപ്പില എക്സ്ട്രാ നമ്മൾ പറിച്ചെടുത്ത് ഇതിനകത്ത് ചേർക്കും. ഇതെല്ലാം നമ്മളുടെ സ്വന്തം ആണ് കേട്ടോ. ഞാൻ പൊടിക്കുന്ന മുളക് പൊടി, ഞാൻ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാമല്ലോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയാണ്, നമ്മളിങ്ങനെ കുപ്പിയിൽ മേടിക്കുന്നതന്നെ ഈ വെളിച്ചെണ്ണ, അതാണ്. പിന്നെ നമ്മൾ ആദ്യം ഇടുന്നത് സവാളയാണ് കേട്ടോ. ഇതിനകത്ത് ആദ്യം ഇടുന്ന സവാള പയ്യൊന്ന് വഴറ്റി ഒരുമാതിരി കളർ മാറുമ്പോഴേ കൊച്ചുള്ളി ലാസ്റ്റാണ് ഇടുന്നത് കേട്ടോ. സവാള ഒന്ന് ആദ്യം ആകട്ടെ. ഒപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ അതിനകത്തിടും. കൊച്ചുള്ളി മാത്രം ലാസ്റ്റാണ് ഞാൻ കറിയിലെല്ലാത്തിലും ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവുമായിരിക്കും. ഇതൊന്ന് വഴറ്റട്ടെ. ഒന്ന് വാടട്ടെ. ഞാൻ ഇച്ചിരി കല്ലുപ്പ് ഇട്ട് കൊടുക്കുവാണേ. ഞാൻ കൂടുതലും കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. കല്ലുപ്പിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് സവാളയൊക്കെ അങ്ങോട്ട് ഇതായി കിട്ടും, മൂത്ത് കിട്ടുമേ. എന്നാലും ഓടിക്കാം അല്ലേ. മുള്ളുണ്ട് ഇഷ്ടം പോലെ. പച്ചമുളക് ഇട്ട് കൊടുക്കുവാണേ. പച്ചമുളക് കിടന്ന് പഴുത്ത് പോയി. ഇച്ചിരി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൊച്ചുള്ളി ഇടാം. അപ്പോൾ ഇത് നമ്മൾ കൊച്ചുള്ളി ഇടുവാണ്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇടുവാണ് ലാസ്റ്റ്. എന്നാലും ഇച്ചിരി കരിവേപ്പിലയൊക്കെ ഇടും കേട്ടോ. നമ്മൾ കരിവേപ്പില എൻ്റെ ഒരു വീക്കെൻഡ്സാണ്. ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ചതച്ചിട്ടിരുന്നെങ്കിൽ കുറേയും കൂടി ടേസ്റ്റാണ്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കുന്നതായിരിക്കും. ഞാനിതിപ്പോൾ എൻ്റെ അപ്പൻ എനിക്കിത് അരിഞ്ഞ് തന്നുകൊണ്ട് ഞാനിതെല്ലാം ഇതുപോലെ തന്നെ വഴറ്റിയതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം ഞാനിട്ട കൊച്ചുള്ളി ഇല്ലേ, ഫുള്ളോടെ ഇട്ടാലും നല്ലതാണ്.
നല്ല ഭംഗിയാണ്. രുചിക്ക് കുറവൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇതൊക്കെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഓരോ ടെക്നിക്കാണ്. ചിക്കനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്ഥിരം കസ്റ്റമർമാരായി രാവിലെ കുറേ കിളികളും കുറേ കാക്കകളും ഉണ്ട്. നമുക്ക് കരഞ്ഞു കാണിക്കും. ഞാൻ വേണമെങ്കിൽ അരിയൊക്കെ ഇട്ട് കൊടുക്കും. കുറേ ഒന്നും ഉണ്ട് ഇവിടെ. താഴെ കൊണ്ട് അരി ഇട്ട് കൊടുക്കും. ഇത് വാടി കേട്ടോ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഇത് ചുമല മുളക് പൊടി മറ്റേ എരിവെള്ള മുളക് പൊടിയും കൂടി ഒന്നിച്ച് ഞാൻ പൊടിപ്പിച്ചതാണ്. എരിവൊക്കെ കുറച്ച് മതി. ഇത് കറുപ്പ് കുരുമുളക് പൊടിക്കുന്നതിൽ ചുമപ്പ് കുരുമുളക് പൊടിയാണ്. അതെന്താണെന്നറിയോ, നമ്മൾ പെറുക്കിയെടുത്തായിരുന്നു ചുമപ്പ് കളറില്ല. അതുകൊണ്ടാണ് കേട്ടോ. കുരുമുളക് പൊടി ഇച്ചിരി കൂടുതലിടും ഞാൻ മുളക് പൊടിനേലും. ഇത് അത്രയും തന്നെ കുരുമുളക് പൊടി ഇടും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ചിക്കൻ മസാല അല്ല, ഞാൻ ഇന്നത്തെ ഇടുന്നത് മീറ്റ് മസാല. ഞാൻ തന്നെ പൊടിച്ചൊരു മസാലയാണ്. ഞാൻ ഈ മസാലയാണ് ചിക്കൻ കറിക്കൊക്കെ ഇടുന്നത് കേട്ടോ. ഇതേ ഇത്രയും മസാലപ്പൊടി ഇടും. നല്ല മസാലയാണ് കേട്ടോ. എറണാകുളത്തുനിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വരുന്നത് ആ മസാലക്കൂട്ടുകൾ. അപ്പം ഇതൊന്ന് ശരിയാകുമ്പോൾ നമ്മൾ തക്കാളി, ഉരുളക്കിഴങ്ങും പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കും. നല്ലൊരു മണം വരും. ഇപ്പം പിന്നേലും ടേസ്റ്റിയാണ്. ഇങ്ങനെ തന്നെ നമ്മൾ മസാലകൾ പൊടിച്ചെടുക്കുന്നത്. ഒരു ദിവസം ഞാൻ മസാല പൊടിക്കണേയും കൂടി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മണമാണ്. നമ്മൾ തന്നെ പൊടിക്കുന്ന മസാലക്ക്. മണം മാത്രമല്ല രുചിയുമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് തക്കാളി ഇട്ടൊന്നും അങ്ങോട്ട് ഇതായി കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇടുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടി ഇടുവാണ്. കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. ചിക്കൻ ഇടുവാണേ. നമ്മൾ ഈ ചിക്കനൊക്കെ കഴുകി വെച്ചാലും ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ അതൊന്നും കൂടി വെള്ളമൊഴിച്ച് കഴുകാണ്ട് നമ്മളിതിനകത്ത് ഇടാൻ പറ്റത്തില്ല. കാരണം എത്ര കഴുകി വാറ്റൊക്കെ വെച്ചാലും ചോരയുടെ ഒരു കളർ വരും. ചെറിയ ചെറിയ പീസായിട്ട് മുറുക്കിയ ചിക്കനാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മൾ വെള്ളമൊന്നും ഇല്ലാണ്ട് ഈ മസാലയിൽ ഒന്ന് ഇളക്കി വഴറ്റി വെച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാലുണ്ടല്ല കുറേയും കൂടി ടേസ്റ്റിയാണ് കറിയെ. ഇങ്ങനെയും വേണമെങ്കിൽ നൈസായിട്ട് തീ വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കും കേട്ടോ. ഉപ്പെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇറക്കാൻ നേരത്ത് ചെറിയൊരു പൊടിക്കൈ നമ്മൾ ഇതിനകത്ത് ഇടും കേട്ടോ. അത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ കേട്ടോ. അടിക്ക് പിടിക്കത്തില്ല ഈ ഗ്രേവിയൊക്കെ കൂടെ ഉള്ള. വെള്ളം മാത്രമല്ല തേങ്ങാപ്പാലും കൂടി ഒഴിക്കും. എന്ത് കഴിഞ്ഞിറക്കാൻ ഇച്ചിരി മുമ്പാണെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലിടും. ഇരിക്കട്ടെ, മൂടി വെച്ച് വേവിക്കും. അപ്പോൾ ഈ ചിക്കൻ കറിയിൽ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇടത്തില്ല, ചിക്കൻ മസാല ഇടത്തില്ല. അതായത് ഇത് ഞാൻ തന്നെ പൊടിക്കുന്ന മസാലപ്പൊടി കൊണ്ടാണ്. നല്ല മണമാണ്, നല്ല ഗുണമാണ് കേട്ടോ.
മല്ലിപ്പൊടി ചിക്കൻ കറിയിൽ ഇടാണ്ടിരുന്നാൽ ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ഇടുകയും കൂടി ചെയ്യണം കേട്ടോ, ഇങ്ങനെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതാണ് ഇങ്ങനെ ഉരുളക്കിഴങ്ങ് എന്താണെന്ന് നോക്കിയാലുണ്ടല്ലോ, ചിക്കൻ കറി വെക്കാൻ അറിയാൻ മേലാത്ത ആളുകൾ വെക്കുമ്പോഴത്തേക്കും ചിക്കൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കിള്ളി നോക്കിയാൽ മതി കേട്ടോ, തവിയും കൊണ്ട്. അപ്പം 5 മിനിറ്റും കൂടി കിടക്കട്ടെ അടച്ച്. അപ്പോൾ ഓക്കെയോ. നമുക്കപ്പോൾ അതിൻ്റെ ഇടയിലേ ഈ തേങ്ങാപ്പാൽപ്പൊടി ഇട്ടേക്കാം കേട്ടോ. ഈ ചിക്കൻ കറി അപ്പം നമുക്ക് ബ്രെഡിനും പിന്നെ അപ്പത്തിനും എല്ലാത്തിനും കൂട്ടാം കേട്ടോ, ചോറിനും കൂട്ടാം. ഈ ഈ തേങ്ങാപ്പാൽപ്പൊടി ഇങ്ങനെ ഒഴിക്കുന്നത് തേങ്ങാപ്പാലായാലും മതി കേട്ടോ. എനിക്കിപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടി പിഴിയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഈ പാലിങ്ങനെ എടുത്ത് ഒഴിക്കുന്നത്. നമുക്കിത് വാങ്ങാൻ കിട്ടുമല്ലോ. ഇച്ചിരി തേങ്ങ മിക്സിയിൽ അരച്ചിട്ടാൽ കറി നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ തേങ്ങാപ്പാൽപ്പൊടി ഇടുന്നത് നമുക്കതിനുള്ള സമയമില്ലാത്തതുകൊണ്ടാണേ. ഇച്ചിരി നേരം കൂടെ ഒന്ന് വെച്ചോട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ചിക്കൻ കറി. കണ്ടല്ല, ഇച്ചിരി ഒന്ന് വെള്ളം പറ്റാണ്ട് 2 മിനിറ്റ് തുറന്നിരുന്നോട്ടെ. ഇതിൽ നമ്മൾ ഒരു സൂത്രവും കൂടി ചെയ്യും. എന്ത് ചെയ്യുമെന്നറിയാമോ? ഇറക്കാൻ നേരത്ത് കണ്ടോ, ഈ കരിവേപ്പില ഇച്ചിരി ഇടും, ശകലം മസാലപ്പൊടി ഇടും, നമ്മളതിനെ പൊടിച്ച് ഈ മസാലപ്പൊടി ഇടും, ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും ഒഴിക്കും കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സൂപ്പർ ചിക്കൻ കറി ആകും കേട്ടോ. മുൻകൂർ പറയണതാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം, ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ചെയ്യണം. എപ്പോഴും സെയിൽ വീഡിയോ മാത്രമല്ല ഞാൻ ഇടുന്ന, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചിക്കൻ കറിയും അതുപോലെ ഡിഷസൊക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ. അപ്പം നമ്മൾ കറി നിർത്തുവാണേ. ഇതിനകത്തോട്ട് നമ്മളൊരു ഇച്ചിരി ഗരം മസാലപ്പൊടി, നമ്മൾ പൊടിച്ച ഈ മസാലപ്പൊടി ഇങ്ങനെ തൂവട്ടാ. അതല്ലെങ്കിൽ ഇച്ചിരി ഏലക്ക പൊടിച്ച് ചേർത്താലും നല്ലതാണ് കേട്ടോ. ലാസ്റ്റ് ഒരു 4 ഏലക്ക പൊടിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ടിട്ടും ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വയ്ക്കണം. സൂപ്പർ കറി ആയിരിക്കും കേട്ടോ. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കണേ. ഇത്രേ ഉള്ളൂ കറി. അപ്പോൾ ഓക്കെ, ഇനി നമ്മളിങ്ങനെ മൂടി വയ്ക്കും. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾക്ക് ഇച്ചിരി നേരം മൂടി വെച്ചു കേട്ടോ. അത് നമുക്ക് ഈ കറി ഒന്ന് ഇച്ചിരി കഴിച്ച് നോക്കിയാലോ. ഈ ചിക്കൻ കറിയിൽ ഇടുന്ന കിഴങ്ങൊക്കെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ഇഷ്ടം. എന്നാലും ഞാനൊരു ഇച്ചിരി കറി കഴിക്കാനായിട്ട് എടുക്കുവാണേ. ഇത് ഞാൻ തന്നെ ഇന്ന് ട്രൈ ചെയ്തിട്ടും നല്ലതാണെന്ന് നോക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ തന്നെ എൻ്റെ കറീനെ പറയുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും സൂപ്പർ കറിയാണ്. പിന്നെ നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലല്ലേ ഇവിടെ കഴിയുന്നത്. കുറേ വർഷങ്ങളായി ഞാൻ ഈ നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഈ നാട്ടിലെ കറികളും എൻ്റെ എറണാകുളം സ്റ്റൈലിലെ കറികളും എനിക്കറിയാൻ വയ്ക്കാൻ. അപ്പം നമ്മുടെ ഈ നാട്ടിൽ അപൂർവമായിട്ട് ആളുകൾ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെക്കുള്ളൂ. പക്ഷേ എറണാകുളത്തൊക്കെ എല്ലാവരും ഇറച്ചിയിലും എല്ലാത്തിലും ഉരുളക്കിഴങ്ങും പല പല സാധനങ്ങളിട്ട് കറി വയ്ക്കും.
അപ്പോൾ ആ കറിയാണ് ഞാനിന്ന് വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇതില്ല, ഉരുളക്കിഴങ്ങാണ് ഏറ്റവും ഇഷ്ടം. ചിക്കനേലും ഇഷ്ടം കൂടുതൽ എനിക്ക് ഈ കിഴങ്ങാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടെ തിന്നാൻ അപ്പമില്ല ചപ്പാത്തി ഇല്ല ഇവിടെ. വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു ഇതെടുത്താണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ ബൈ.